നമസ്കാരം, സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കിയിലെ ആദിവാസി മേഖലയിലേക്കുള്ള മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സന്ദർശനത്തിനിടെ സംഘർഷം. MP ജോയ്സ് ജോർജിന്റെ നേതൃത്വത്തിൽ മന്ത്രിയെ തടഞ്ഞു. MP-യും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി. ജോയ്സ് ജോർജ് കൊലക്കൊല്ലിയെ പോലെ പെരുമാറിയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സംസ്ഥാനത്ത് മദ്യ ഉപഭോഗം കുറഞ്ഞുവെന്ന് ബിവറേജസ് കോർപ്പറേഷന്റെ പുതിയ സത്യവാങ്മൂലം. മദ്യവിൽപ്പനയിൽ 1% കുറവുണ്ടായി. ബിയർ വിൽപ്പന 6% കുറഞ്ഞുവെന്നും തിരുത്തിയ സത്യവാങ്മൂലം. കോടതിയിൽ നൽകിയ കണക്കുകളിൽ വ്യത്യാസമില്ലെന്ന് മന്ത്രി കെ ബാബു. മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ജനം തിരിച്ചറിയുമെന്ന് TN പ്രതാപന് മന്ത്രിയുടെ മറുപടി. സംസ്ഥാനത്ത് 63 മെഡിക്കൽ PG സീറ്റുകളുടെ അംഗീകാരം റദ്ദായി. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് ആരോപണം. അപാകതകൾ പരിഹരിക്കുമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ. ഗൾഫിൽ ബലിപെരുന്നാൾ ആഘോഷിച്ചു. ഇന്ത്യയിൽ പെരുന്നാൾ നാളെ. ഹജ്ജ് ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക്. ഹാജിമാർ മുസ്തലിഫയിൽ നിന്ന് മിനായിലേക്ക് നീങ്ങുന്നു. ജംറയിൽ കല്ലെറിയൽ ചടങ്ങ് പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ നേട്ടങ്ങൾ, പരാജയങ്ങൾ വിലയിരുത്തുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ഇതിനായി നമ്മളോടൊപ്പം ഡോക്ടർ മുഹമ്മദ് അഷ്റഫ്, അദ്ദേഹം സ്പോർട്സ് ജേർണലിസ്റ്റാണ്, കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം ശ്രീ ബോബി അലോഷ്യസിനെയും സോമൻ കോലപ്പയും തിരുവനന്തപുരം സ്റ്റുഡിയോയിലും ഉണ്ട്. ഇരുവരും ചർച്ചയിലേക്ക് പോകാം. ഡോക്ടർ മുഹമ്മദ് അഷ്റഫ്, ആദ്യം തന്നെ ഇപ്പോൾ നമ്മൾ പറയുന്നു പ്രതീക്ഷയോടെ വിമാനം കയറിയ ഇന്ത്യൻ ടീം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ എത്രമാത്രം പ്രതീക്ഷയുണ്ടായിരുന്നു കയറുമ്പോൾ തന്നെ? ഒരു താരതമ്യ പഠനം നടത്തേണ്ടതുണ്ട് കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസും ഇപ്പോഴത്തെ ഏഷ്യൻ ഗെയിംസുമായിട്ട്. കഴിഞ്ഞ തവണ ഇന്ത്യക്ക് മെഡലുകൾ കൂടുതൽ കിട്ടാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു. വർഷങ്ങളുടെ ഒരു തപസ്യ, ഒരു പരിശീലന സംവിധാനം ഒന്നുണ്ടായിരുന്നു. കാരണം നമ്മളന്ന് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആതിഥേയരായിരുന്നു. അതുകൊണ്ട് കുറഞ്ഞ ഒരു 5 വർഷം തുടർച്ചയായിട്ട് അവർക്ക് പരിശീലിക്കാനും മത്സരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരം ഉണ്ടായി. ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ നമുക്ക് ഒരുപാട് മെഡലുകൾ കിട്ടിയത്. ആ സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ ചടങ്ങുകൾ എന്നുള്ള ഭാഗത്തിൽ മത്സരങ്ങൾക്ക് തൊട്ട് മുമ്പ് നടത്തുന്ന കോച്ചിങ് ക്യാമ്പുകൾ അല്ലെങ്കിൽ പരിശീലന കളരികൾ ഇതൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഇത്രയും മെഡൽ കിട്ടിയത് ഒരു പരമഭാഗ്യം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം മെഡലുകളുടെ എണ്ണത്തിൽ മാത്രമായിരുന്നില്ല, പ്രകടനങ്ങളിൽ നമ്മൾ വളരെ പിന്നിലായിരുന്നു. ഉദാഹരണം, പരമ്പരാഗതമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരുപാട് മെഡലുകളുണ്ട്. പുരുഷ വിഭാഗത്തിലെ ലോങ് ജമ്പ് പങ്കെടുക്കാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല ഇത്തവണ. പണ്ട് കാലത്ത്, അതായത് ടെഹ്റാൻ ഏഷ്യൻ ഗെയിംസിൽ യോഹന്നാൻ നേടിയ 8.07 ചാടി നേടിയ സ്വർണ്ണ മെഡലും അതിനുശേഷം സുരേഷ് ബാബു, ലാപ്സിംഗ് മുതലായ ഒരുപാട് പേരുകൾ നമുക്ക് എണ്ണി പറയാനുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരാളിനെ പോലും, അതുപോലെ ട്രിപ്പിൾ ജമ്പ്, നിരവധി ഇനങ്ങൾ. പിന്നെ 4x400 റിലേ എങ്ങനെ സ്വർണ്ണം നേടിയെന്ന് വെച്ചാൽ അതൊരു ട്രഡീഷണൽ ഈവൻ്റാണ്. പണ്ടേ നമുക്ക്, ഇപ്പോൾ തന്നെ തുടർച്ചയായിട്ട് 4ാമത്തെ പ്രാവശ്യമാണ്. അത്തരം ഇനങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചില പോക്കറ്റുകളിൽ നടത്തുന്ന, ഉദാഹരണം ഞാൻ പറയാം, PT ഉഷയുടെ ഏറ്റവും നല്ല പരിശീലന സംവിധാനവും അവരുടെ നിശ്ചയദാർഢ്യവും കൊണ്ടാണ് ടിൻഡു ലൂക്കയുടെ പ്രകടനം മെച്ചമായത്. അങ്ങനെ ചില പ്രത്യേക പോക്കറ്റുകളിൽ മാത്രമേ ഇന്ത്യയിൽ അത്ലറ്റിക്സ് അല്ലെങ്കിൽ മറ്റ് സ്പോർട്സ് ഇനങ്ങൾ നിലനിൽക്കുന്നുള്ളൂ. ഒരു ഉദാഹരണം പറയാം, ഈ അടുത്ത കാലത്ത് ഹരിയാന അവരുടേതായിട്ടുള്ള പവർ ഗെയിംസിലേക്ക് അവർ പ്രാധാന്യം കൊടുത്തു. ചിലയിടങ്ങളിൽ അമ്പയത്തിന് പ്രാധാന്യം കൊടുത്തു. അങ്ങനെ തന്നെ ഓരോരോ മേഖലകളിൽ നിന്നും വരുന്ന വിജയം, അല്ലാതെ സംഘടിതമായ ഒരു പരിശീലന സംവിധാനം നമുക്കില്ല. നമ്മൾ ചടങ്ങുകളായിട്ട് മാത്രമാണ്. ഇപ്പോൾ ഓരോ 4 വർഷവും കൂടുമ്പോൾ ഒരു ഒളിമ്പിക്സ് അല്ലെങ്കിൽ ഒരു കോമൺവെൽത്ത് ഗെയിംസ് അല്ലെങ്കിൽ ഒരു ഏഷ്യൻ ഗെയിംസ് വരുന്നു എന്നറിയാമെങ്കിൽ പോലും അതിൻ്റെ തൊട്ട് മുമ്പ് 2 മാസം മുമ്പ് ഒരു സജ്ജീകരണത്തോടുകൂടി അത്ര പ്ലാനിങ്ങിനെ കുറിച്ചിട്ടുള്ള അതിലെ പരാജയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുൻപ് നമുക്ക് ഈ ഗെയിംസിൽ എവിടെയൊക്കെയാണ് പിഴവുകൾ പറ്റിയത്? നമുക്ക് സാധ്യതയുണ്ടായിരുന്ന ഇനങ്ങൾ, പുതുതായി കയറി വന്ന ഇനങ്ങൾ, അതിൽ വിലയിരുത്തുമ്പോൾ ഉദാഹരണം ഷൂട്ടിംഗ് അമിതമായ ആവേശത്തോടു കൂടി കണ്ടിരുന്നതാണ് കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ അടക്കം. പക്ഷേ നമ്മളുടെ നേട്ടത്തെക്കാളേറെ അല്ലെങ്കിൽ നമ്മുടെ കോട്ടത്തെക്കാളേറെ മറ്റുള്ളവരുടെ നേട്ടമാണ്. നമ്മൾ ആധിപത്യം സ്ഥാപിച്ച ഇനങ്ങളിൽ മറ്റ് രാഷ്ട്രങ്ങൾ കടന്നു വന്നു. ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം, കബഡി ഫൈനലിൽ എങ്ങനെയോ ജയിച്ചു പോയതാണ്. 13 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ ഇറാൻ മുന്നേറുന്ന രീതിയിൽ അവരുടെ പരിശീലന സംവിധാനം മെച്ചപ്പെട്ടു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എവിടെ നിന്നോ അവിടെ നിൽക്കുന്നതാണ്. അതാണ് നമ്മുടെ പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം.
നമുക്ക് ഒരു പടി പോലും ഉയർച്ചയില്ല. അതേസമയം മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ തന്നെ അവരുടെ സംഘടിതമായ ശ്രമം കൊണ്ട് അവരുടെ നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും നമ്മുടെ നിലവാരം അതേപടി നിലനിൽക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇത്തവണ പറ്റിയ അപജയം. ശ്രീ ബോബി അലോഷ്യസ്, താങ്കൾ ഈ ചർച്ചയിൽ ഡോക്ടർ അഷ്റഫിൻ്റെ നിരീക്ഷണങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. നിരാശപ്പെടുത്തിയ ഒരുപാട് താരങ്ങൾ ഈ കൂട്ടത്തിൽ നമുക്ക് ഉണ്ട്. പ്രത്യേകിച്ച് വികാസ് കൗഡയുടെ കാര്യം പറയാം, അർപീന്ദർ സിംഗിൻ്റെ കാര്യം പറയാം, ജോസഫ് അബ്രാമിൻ്റെ കാര്യം നമുക്ക് എന്തായാലും പറയേണ്ടി വരും. ഇങ്ങനെ നിരവധി താരങ്ങൾ നമ്മളെ നിരാശപ്പെടുത്തുകയും ചെയ്തു. ഡോക്ടർ അഷ്റഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ നല്ല താരങ്ങൾ തന്നെ പ്രകടനത്തിൽ പിറകോട്ട് പോകുന്ന കാഴ്ചയും കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗെയിംസ് നടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മെഡൽ ലഭിക്കുന്നത് സ്വിമ്മിങ്, ഷൂട്ടിംഗ്, അത്ലറ്റിക്സിനാണ് ഏറ്റവും കൂടുതൽ. ഇതിന് ഈ 3 എണ്ണത്തിനും കൂടെ 120 മേലെ മെഡലുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് സ്വിമ്മിങ് അറിയാം, നമുക്ക് 40 മെഡലിൽ നിന്ന് ഒരേ ഒരു ബ്രോൺസ് മെഡൽ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് നിന്ന് സ്വിമ്മിങ്ങിന് ഒരു മെഡൽ ഏഷ്യൻ ഗെയിംസിൽ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ നാണക്കേടല്ലേ. ഷൂട്ടിങ്ങിന് നമ്മൾ ഏതാണ്ട് പ്രതീക്ഷ പോലെയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ആ സ്വിമ്മിങ് പോലെ തന്നെ ഒരവസ്ഥയിലോട്ടാണ് ഇപ്പം അത്ലറ്റിക്സ് വന്നിരിക്കുന്നത്. നമ്മുടെ വിമൺ ലോങ് ജമ്പ്, ട്രിപ്പിൾ ജമ്പ് ഇനങ്ങളിൽ നമുക്ക് സ്ഥിരമായിട്ട് മെഡൽ ലഭിച്ചുകൊണ്ടിരുന്നതാണ്. മേഴ്സിക്കുട്ടൻ്റെയും അഞ്ജു ബോബി ജോർജിൻ്റെയും ഒക്കെ ഒരു ഇനമായിട്ട് എപ്പോഴും ഏഷ്യൻ ഗെയിംസിന് എപ്പോഴും മെഡൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് തുടർന്ന് പോകാൻ സാധിച്ചില്ല. അത് നമ്മുടെ കായിക താരങ്ങൾ മെഡൽ ലഭിക്കുന്നുണ്ട്, അവർക്ക് മെഡൽ ലഭിക്കേണ്ടതായ പരിശീലനങ്ങളും കോമ്പറ്റീഷൻസിനൊന്നും കൃത്യമായിട്ട് ഈ കഴിഞ്ഞ 2 വർഷം അവർക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ള കാര്യം ഞാൻ ഈ മേഖലയിൽ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൂടാതെ തന്നെ ഇവർക്ക് ഏഷ്യൻ ഗെയിംസിന് പോകുന്നതിന് മുമ്പ് ഒരേ ഒരു ട്രയൽ മാത്രമാണ് ലഭിച്ചത്. ആ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഒരേ ഒരു ട്രയൽ മാത്രമാണ് ലഭിച്ചതെന്നുള്ളത് വേറൊരു വിഷമമുള്ളൊരു ഘടകമാണ്. അത് എനിക്കറിയാവുന്നതാണ്. പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരു അത്ലറ്റിക്സ് മീറ്റ് ഇനി ഈ ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് നവംബർ ഫസ്റ്റ് വീക്കിലാണ് നടക്കാൻ പോണേ. അതുപോലും ഏഷ്യൻ ഗെയിംസിന് മുമ്പ് നടത്തുവാൻ വേണ്ടി അത്ലറ്റിക് ഫെഡറേഷന് സാധിച്ചില്ല. അപ്പോൾ അത്ലറ്റിക്സ് ഫെഡറേഷൻ്റെ ഒരു നമുക്കറിയാം, കോമൺവെൽത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന അത്ലറ്റിക് ഫെഡറേഷൻ അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 വർഷം കോമൺവെൽത്ത് കഴിഞ്ഞ 2 വർഷം യാതൊരുവിധ ആക്ടിവിറ്റീസും അത്ലറ്റിക് ഫെഡറേഷനിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. അതിൽ നമ്മുടെ മേജറായിട്ട് കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിന് പങ്കെടുത്ത് മെഡൽ ലഭിച്ച ചില കായിക താരങ്ങൾ ഡോപ്പിൽ പിടിക്കുകയും ചെയ്തതോടുകൂടി അത്ലറ്റിക്സ് തീരെ പുറകോട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ വരും വർഷങ്ങളിൽ അത് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. എന്തായാലും നമ്മൾ ഈ ഇതിൽ നിന്നൊരു പാഠം മനസ്സിലാക്കി ഇത് വേണ്ട വിധത്തിൽ ഫെഡറേഷൻ്റെ സഹായത്തോടു കൂടി അത് യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഏറ്റവും കൂടുതൽ മെഡലുള്ള ഈ കായിക ഇനമായ അത്ലറ്റിക്സിൽ നിന്ന് കൂടുതൽ മെഡൽ ലഭിച്ചാൽ മാത്രമേ നമ്മൾ മെഡൽ പട്ടികയിൽ മുന്നോട്ട് വരികയുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പാഠം പഠിക്കുമോ? എന്താണ് നമ്മുടെ മുൻ അനുഭവങ്ങൾ? നമുക്ക് ഓരോ ഇൻഡിവിജ്വലും അല്ലെങ്കിൽ അവരുടെ കോച്ചസും അതിലൊരു താല്പര്യം എടുത്തുകൊണ്ട് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഘടകം. എക്സെപ്റ്റ് ഷൂട്ടിംഗ് മാത്രമാണ് ഒരു ടീം വർക്കായിട്ട് അവർ പരിശീലിക്കുകയും അവരുടെ നമുക്കറിയാം സണ്ണി സാറായിരുന്നു ഇതുവരെയുള്ള ഷൂട്ടിങ്ങിൻ്റെ ഇന്ത്യൻ കോച്ച്. സാറിൻ്റെ ഒരു പ്ലാനിങ് ആ ഷൂട്ടിംഗ് രംഗത്ത് വളരെയധികം വരികയും അവർ വളരെ വിജയിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റ് എല്ലാ ഡിസിപ്ലിനുകളും ഇൻഡിവിജ്വലായിട്ട് നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന കായിക താരങ്ങളും അവരുടെ കോച്ചസുമാണുള്ളത്. ഇപ്പോൾ ഉഷേച്ചിയെ പോലെ അല്ലെങ്കിൽ ഗോപിചന്ദനെ പോലെയുള്ള അക്കാദമികളിൽ നിന്ന് താരങ്ങൾ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പരിശീലന രീതിയെ എങ്കിലും നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നിന്നെങ്കിലും നമുക്ക് അല്ലാതെ ഒരു ഓർഗനൈസ് ചെയ്ത സംവിധാനങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന കായിക താരങ്ങളെയും പരിശീലകരെയും വേണ്ട വിധം സപ്പോർട്ട് ചെയ്താൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് ഈ ഉഷേച്ചിയും ഗോപിചന്ദനെ പോലെയുള്ളവർ തെളിയിച്ചിരിക്കുകയാണ്. ഡോക്ടർ അഷ്റഫ്, അങ്ങനെ അതിൽ ഒരു ഓർഗനൈസ്ഡ് സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇൻഡിവിജ്വൽസിൻ്റെ പ്രകടനം, പരിശീലകരുടെ പ്രകടനം അതൊക്കെ മെച്ചപ്പെടുന്നുണ്ടാവാം, മെച്ചപ്പെടാനുള്ള സാധ്യതകളുമുണ്ട്. പക്ഷേ അതിലപ്പുറത്തേക്ക് നമ്മുടെ കായിക നേതൃത്വം കൊടുക്കേണ്ട ചില കരുതലുകളില്ലേ? ആ കരുതലുകളിലല്ലേ നമുക്ക് കൂടുതൽ പാളിച്ചകൾ സംഭവിക്കുന്നത്? ആ കരുതലുകളെ കുറിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ആ കരുതൽ എന്ന് പറയുന്നത്, ആ ബോധം വരുന്നത് മത്സരത്തിന് തൊട്ട് മുമ്പാണ്. മറ്റു രാജ്യങ്ങൾ അങ്ങനെയല്ല. ഒരു കായിക താരം
20 വർഷത്തിന് ശേഷമുള്ള അതിന് മുമ്പ് വരുന്ന ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടിയെ ആ സാഹചര്യത്തിൽ ഏതാണ്ട് 4 വയസ്സ് മുതൽ തന്നെ പരിശീലനം തുടങ്ങുകയാണ്. അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് ട്രെയിനിങ് കൊടുത്ത് ഓരോ ഘട്ടമായിട്ട് അതിൻ്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്തി കൊണ്ടുവരികയാണ്. അപ്പോൾ അവർക്കറിയാം കൃത്യമായിട്ടും, ഇപ്പോൾ ഉദാഹരണം പറയാം, റിയോ ഒളിമ്പിക്സിന് വേണ്ടി ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഒരു പുതിയ തലമുറ അല്ലെങ്കിൽ ഒരു നിരയെ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. അവരാണ് ഈ സമയം എത്തുമ്പോഴത്തേക്ക് ആ ഫോമിലെത്തുന്നത്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. നേരത്തെ ജോസഫ് എബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞു. ജോസഫ് എബ്രഹാമിന് പകരം വെക്കാനായിട്ട് ഒരു കായിക താരം ഉണ്ടായില്ല ഇത്തവണയും. കഴിഞ്ഞ തവണ പോയ ആൾക്കാർ തന്നെ 5000-നും 10,000-നും ഓടിയ അതേ ആൾക്കാർ ഇന്ത്യയിൽ ഇത്തവണ പങ്കെടുത്ത സെയിം ടീമിന് തന്നെയാണ് അയച്ചിരുന്നത്. അങ്ങനെയല്ല, 1ാം നിര, 2ാം നിര, 3ാം നിര 4 നിരകളുണ്ടാവും ഓരോ രാജ്യത്തിനും. അതനുസരിച്ചിട്ടാണ്. ഒപ്പം ഒരു ഒളിമ്പിക്സോ ഒരു ഏഷ്യൻ ഗെയിംസോ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ആ നിര കൊഴിഞ്ഞു പോവുകയും പകരം പുതിയ ആൾക്കാർ വരികയും ചെയ്യും. ഉദാഹരണം ഫുട്ബോളിൻ്റെ അകത്ത് എടുത്തു നോക്കുക. ഓരോ തവണയും വരുന്ന ഓരോ ലോകകപ്പിലും മത്സരങ്ങൾ കഴിയുമ്പോഴും വരുന്ന യുവതലമുറയെ ഓർക്കുക. ആ ഒരു രീതിയിലുള്ള സമീപനത്തിലല്ല നമ്മുടെ പരിശീലന സംവിധാനം. നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അതനുസരിച്ചിട്ട് നേരത്തെ പറഞ്ഞത് പരമഭാഗ്യത്തിന് ചില നേട്ടങ്ങളുണ്ടാകുന്നു. ഈ കിട്ടിയ മെഡലുകൾക്കൊക്കെ തന്നെ ഒരു ഒളിമ്പിക്സ് മെഡലിനേക്കാളും വിലയും തിളക്കവും ഉണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ്. കാരണം ഇത്രയും പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ നേട്ടങ്ങളുണ്ടാകുന്നത്. മറിച്ച് മറ്റുള്ളവർ അങ്ങനെയല്ല. അവർ സിസ്റ്റമാറ്റിക് ട്രെയിനിങ് ആണ്. 4, 8, 12 വർഷം മുന്നിൽ കണ്ടുള്ള ഒരു ട്രെയിനിങ് സംവിധാനമാണ്. അത് നമുക്കില്ല. അതെന്നുണ്ടാകും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. അതുണ്ടായാൽ മാത്രമേ ഇന്ത്യയിൽ സ്പോർട്സ്. പക്ഷേ അതിൻ്റെ തുടക്കം എന്ന നിലയിൽ നമ്മൾ കേരളത്തിൽ സ്പോർട്സ് സ്കൂളുകൾ ആരംഭിച്ചു. എന്തായി അതിൻ്റെ സ്ഥിതി? അവിടെ തന്നെ ഞാൻ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ആയിട്ടും സ്പോർട്സ് ഡയറക്ടറായിട്ടും ഒരുപാട് വർഷം പണിയെടുത്തതിൻ്റെ അറിവിൻ്റെ പക്ഷേ അവിടെ ഒന്നും തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തിക്കൊണ്ടു പോകാനുള്ള സംവിധാനങ്ങളില്ല. എല്ലായിടത്തും ഓരോ കായിക രംഗത്തിന് മുൻഗണന നൽകാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പ്രശ്നം ഒക്കെ ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങനെ വളരെ വിപുലമായി തന്നെ